നഗരത്തിലെ വഴിയോര കച്ചവടക്കാരുടെ ജീവനോപാധി സംരക്ഷിക്കുക, ക്ഷേമം ഉറപ്പുവരുത്തുക, നഗരസൗന്ദര്യവൽക്കരണം എന്നീ ലക്ഷ്യത്തോടെ വടകര നഗരത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ സാൻഡ് ബാങ്ക്സ് പരിസരത്ത് വടകര നഗരസഭ വഴിയോര കച്ചവട മാർക്കറ്റ് ഒരുക്കിയിരിക്കുകയാണ്. 8 വഴിയോര കച്ചവടക്കാരെയും ഫിഷ്ലാൻഡിൽ 2 വഴിയോര കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കുന്നതിനായി കുടുംബശ്രീ NULM പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8,72,000 രൂപ ചിലവഴിച്ചാണ് കച്ചവട മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ആദ്യഘട്ടത്തിൽ 7 കച്ചവടക്കാർക്ക് നൽകി നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു നിർവഹിച്ചു. ഹരിതചട്ടം പാലിച്ചുകൊണ്ടും ടൂറിസത്തെയും ടൂറിസ്റ്റുകളെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ വൈവിധ്യം കൊണ്ട് വടകര സാൻഡ് ബാങ്ക്സിലെ കച്ചവടക്കാർ ശ്രദ്ധ ആകർഷിക്കണമെന്ന് ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വെൻഡിംഗ് മാർക്കറ്റ് വടകര നഗരസഭയ്ക്ക് സർക്കാർ നമുക്ക് തമ്മിലുള്ള മാനദണ്ഡപ്രകാരം നമുക്ക് ഒരു വെൻഡിംഗ് കമ്മിറ്റി നിലവിലുണ്ട്. ആ വെൻഡിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ നമ്മൾ NULMന്റെ ഭാഗമായിട്ട് ഈ വഴിയോര കച്ചവടക്കാരെ കണ്ടെത്തിക്കൊണ്ട് വഴിയോര കച്ചവടക്കാർക്കുള്ള ID കാർഡ് കൊടുത്തുകൊണ്ട് അവരെ നമ്മുടെ ഭാഗമാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു വെൻഡിംഗ് സോൺ ഒരുക്കി കൊടുക്കാൻ നാളിതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. വസ്തുത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുഴുവൻ ആൾക്കാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് സ്ഥലപരിമിതി മൂലം നമുക്കിപ്പം പ്രയാസം തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ ID കാർഡ് വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ആ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പറ്റാവുന്ന സ്ഥല സൗകര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവരുടേതായ രീതിയിലേക്ക് ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മുടെ വെൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള വഴിയോര കച്ചവടക്കാർ. നമുക്കിത് ഒരു 2 വർഷത്തോളമായി ഈ സാൻഡ് ബാങ്ക്സ് പരിസരത്ത് ഈ ഒരു വെൻഡിംഗ് മാർക്കറ്റ് തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തിൽ നാഷണൽ ലൈവ്ലിഹുഡ് മിഷന്റെ ഭാഗമായിട്ട് നമുക്ക് അനുവദിച്ചു തന്ന ഒരു ഫണ്ട്, ആ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലേക്കുള്ള ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് സാങ്കേതിക പ്രയാസങ്ങളിൽ പെട്ടുകൊണ്ട് ഇന്നത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ ഒരു ഉദ്ഘാടന കർമ്മം എന്നുള്ളത്. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AP പ്രജിത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വടകര നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. P സജീവ് കുമാർ, ബിജു M, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിന്ധു പ്രേമൻ, വാർഡ് കൌൺസിലർ ഹാഷിം PV, നഗരസഭാ കൌൺസിലർ NK പ്രഭാകരൻ, വൈസ് CDS ചെയർപേഴ്സൺ മീര V, ഈസ്റ്റ് CDS ചെയർപേഴ്സൺ റീന VK, കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ അതുൽ രാജ്, NUM മാനേജർ സംഗീത ബാലചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. PA2 സെക്രട്ടറി ഗണേശൻ P നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.